എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുപ്രസിദ്ധ ഉറുദു കവിയും ബോളിവുഡ് സിനിമാ ഗാനരചയിതാവുമായ സാഹിർ ലുധിയാൻവിയുടെ ഒരു കവിതയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സാഹിർ ലുധിയാൻവി എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ്. ശരിക്കുള്ള പേര് അബ്ദുൽ ഹൈ എന്നാണ്. 1921 മാർച്ച് 28 ലുധിയാനയിലെ കരിമ്പുര എന്ന സ്ഥലത്ത് ഒരു ധനിക ജന്മി കുടുംബത്തിലാണ് സാഹിർ ലുധിയാൻവി ജനിച്ചത്. മാർക്സിസ്റ്റ് ചായ്വുള്ള ചില ലേഖനങ്ങൾ സവേര എന്ന ഉറുദു മാസികയിൽ എഴുതിയതിന് പാകിസ്ഥാൻ സർക്കാർ സാഹിറിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അങ്ങനെ സാഹിർ 1949 പാകിസ്ഥാനിൽ നിന്ന് ഒളിച്ചോടി ഡൽഹിയിൽ അഭയം തേടി. അവിടെ 2 മാസം താമസിച്ചതിന് ശേഷം ബോംബെയിൽ സ്ഥിര താമസമായി. 1964 77 മികച്ച ഗാനരചയിതാവിനുള്ള ഫിലിംഫെയർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 1959 ജൂഹുവിലെ വീട്ടിൽ വെച്ച് ഒരു ഹൃദയ സ്തംഭനത്തെ തുടർന്നാണ് സാഹിർ മരണമടയുന്നത്. 1971 ഭാരത സർക്കാർ ഇദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പത്രപ്രവർത്തകനും പുരോഗമനവാദിയുമായ റാസ അഹമ്മദ് റൂമിയാണ് ഈ കവിത വീണ്ടും സോഷ്യൽ മീഡിയ വഴി ജനഹൃദയങ്ങളിലെത്തിച്ചത്. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് എന്തുകൊണ്ടും ഈ കവിത സോഷ്യൽ മീഡിയയിൽ വീണ്ടും എത്തിപ്പെട്ടത് ജനഹൃദയങ്ങളിൽ ഭീകരപ്രവർത്തനത്തിൻ്റെ ആ വിദ്വേഷത്തിൻ്റെ പൊയ്മുഖങ്ങളെ വലിച്ചു കീറി കാണിക്കുവാൻ അത് സാധിക്കും എന്നതിന് സംശയമില്ല. 2002 വരെ കൊസോവയിലെ ഐക്യരാഷ്ട്ര സഭയുടെ മിഷൻ്റെ ഭാഗമായി ഒരു സമാധാന പാലകനായി അദ്ദേഹം പ്രവർത്തിച്ചു, നമ്മുടെ റൂമി. 2014 മാർച്ച് 28 അദ്ദേഹത്തിന് നേരെ പാകിസ്ഥാനിൽ വെച്ച് ഒരു ഭീകരാക്രമണം ഉണ്ടായി. അതേ തുടർന്ന് അദ്ദേഹം അമേരിക്കയിലെത്തിക്ക് താമസം മാറുകയാണ് ചെയ്തത്. പാകിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഈ കവിത സോഷ്യൽ മീഡിയകളിലൂടെയും പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെയും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട്. പാകിസ്ഥാൻ മണ്ണിലും ഭീകരവാദത്തിനെതിരെയും വർഗീയ വിദ്വേഷത്തിനെതിരെയും ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ എന്തിനും ഏതിനും മതനിന്ദ ആരോപിച്ച് വധശിക്ഷ നൽകുന്ന പാകിസ്ഥാൻ മണ്ണിൽ സാധാരണക്കാർ രംഗത്തേക്ക് വരുവാൻ മടിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ്റെ മണ്ണിൽ വധശിക്ഷ നൽകുന്ന ഏറ്റവും വലിയ കുറ്റം മതനിന്ദയാണ്. ഏതൊരു അവിശ്വാസിക്കെതിരെയും ഉന്നയിക്കാവുന്ന പ്രധാനപ്പെട്ട ഏതൊരു വ്യക്തിക്കും ഉന്നയിക്കാവുന്ന പ്രധാനപ്പെട്ട കുറ്റവും അതാണ്. അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ ജനത ഭീകരവാദത്തെ അടിച്ചമർത്തണമെന്ന് ഉള്ളിലുണ്ടെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറാകാത്തത്. എന്തുകൊണ്ടോ ഇന്ത്യയിലെ മാറുന്ന സാഹചര്യങ്ങളും ഇന്ത്യയുടെ കടുത്ത നിലപാടുകളും പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനതയെ തിരിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ കവിതകൾ അവിടെ പ്രചരിപ്പിക്കുന്നതിൽ അതീവ സന്തോഷവുമുണ്ട്. ഉറുദു ഭാഷയിൽ എഴുതിയ ഈ കവിതയുടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം പരിഭാഷകൾ ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. സർഹദ് എന്ന സിനിമയ്ക്ക് വേണ്ടി സാഹിർ ലുധിയാൻവി എഴുതി ലക്ഷ്മികാന്ത് പാരിയലാൽ സംഗീതം നൽകി സുപ്രസിദ്ധ ഗായകൻ മുഹമ്മദ് റാഫി ഈ ഗാനം പാടിയിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് നമ്മളിതോടൊപ്പം കൊടുക്കുന്നുണ്ട്. ആസ്വാദകർക്ക് ആ കവിത നല്ല ഈണത്തിൽ കേൾക്കുവാനൊരു സൗകര്യമാണത്. നമുക്ക് ഇവിടെ കവിതയുടെ ആശയമാണ്, കവിതയല്ല, നമുക്ക് ആ ആശയം എത്രമാത്രം പെർഫെക്റ്റബിളാണ്, യൂസബിളാണ്, ഈ കാലഘട്ടത്തിൽ അത് എത്രമാത്രം പ്രാക്ടിക്കബിളാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്.
നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് പോകാം. ഇതാണ് ഇപ്പോൾ കവിതയുടെ ആശയം. രക്തം നിങ്ങളുടേതാണോ അതോ മറ്റൊരാളുടേതാണോ എന്നതിലുപരി ഇത് മനുഷ്യവംശത്തിൻ്റെ രക്തമാണ്. യുദ്ധം കിഴക്കോ അതോ പടിഞ്ഞാറോ എന്നല്ല, എവിടെയും ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനുമുപരി അത് സമാധാനത്തിൻ്റെ രക്തമാണ്. ബോംബുകൾ വീടുകളിലോ അതിർത്തിയിലോ എവിടെ വീണാലും അത് സമാധാനത്തിൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിക്കും. നമ്മുടെ വയലുകൾ കത്തിക്കണോ അതോ മറ്റുള്ളവരുടെ വയലുകൾ കത്തിക്കണോ, എന്ത് തന്നെയായാലും അത് ലോകത്തെ പട്ടിണിയിലേക്ക് കൊണ്ടെത്തിക്കും. ജീവിതം വിടവുകളാൽ അസ്വസ്ഥമാണ്. ടാങ്കുകൾ മുന്നേറണോ അതോ പിൻവാങ്ങണോ, എന്ത് തന്നെയായാലും ഭൂമിയുടെ ഗർഭപാത്രം വന്ധ്യമാണ്. നമ്മൾ വിജയം ആഘോഷിക്കണോ അതോ പരാജയത്തിൽ വിലപിക്കണോ, അപ്പോഴും ജീവൻ മൃതദേഹങ്ങൾക്ക് മുകളിൽ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കാം. യുദ്ധം അതിൽ തന്നെ ഒരു പ്രശ്നമാണ്. യുദ്ധം പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം നൽകും? ഇന്നത് തീയും രക്തവും നൽകും, നാളെ വിശപ്പും ജാഗ്രതയും നൽകും. അതിനാൽ ഹേ മാന്യരെ, യുദ്ധം മാറ്റിവെക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെയും നമ്മുടെയും എല്ലാം മുറ്റത്ത് മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒരാളുടെ ശ്രേഷ്ഠത തെളിയിക്കാൻ രക്തം ചിന്തേണ്ടതുണ്ടോ? വീട്ടിലെ ഇരുട്ട് മാറ്റാൻ വീട് കത്തിക്കേണ്ടതുണ്ടോ? മറ്റ് യുദ്ധക്കളങ്ങളുമുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. അത് രക്തക്കളം മാത്രമല്ല, ജീവൻ്റെ നേട്ടങ്ങളും ജ്ഞാനവുമാണ്. ജീവിതത്തിൻ്റെ നേട്ടം വെറും ഭ്രാന്തല്ല. വരൂ, ഈ പ്രശ്നഭരിതമായ ലോകത്ത് നമുക്ക് ആശങ്കയുടെ വെളിച്ചം പരത്താം. സമാധാനത്തിന് ശക്തിയുടെ പകരുന്ന അത്തരം ആയുധങ്ങൾ സംഘടിപ്പിക്കാം. അത്തരം യുദ്ധങ്ങൾ സംഘടിപ്പിക്കാം. നമുക്ക് ക്രൂരതയ്ക്കും ഭീകരതയ്ക്കുമെതിരെ പോരാടാം. നാഗരികതയും പരിണാമത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള പോരാട്ടം, മരണത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരായ യുദ്ധം, മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായി സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കാം. മെച്ചപ്പെട്ട ഒരു വ്യവസ്ഥിതി നമുക്ക് പോരാടാം. യുദ്ധം, ദാരിദ്ര്യം, അടിമത്തം എന്നിവയേക്കാൾ സമാധാനം നല്ലതാണ്. വഴിതെറ്റിപ്പോയ നേതൃത്വത്തിനെതിരായ യുദ്ധം, നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം, തെറ്റായ ഭരണത്തിനെതിരായ പോരാട്ടം, ജനാധിപത്യത്തിൻ്റെ സന്തോഷത്തിനായുള്ള സമാധാനത്തിനായുള്ള യുദ്ധങ്ങളുടെ തത്വശാസ്ത്രത്തിനെതിരായ പോരാട്ടം, സമാധാനപരമായ ജീവിതത്തിനായുള്ള പോരാട്ടത്തിൽ നമുക്ക് അണിചേരാം. ഈ കവിതയുടെ ആശയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.